ഹലോ, ഗുഡ് മോർണിംഗ്. സിന്ധു മോളൂസിൻ്റെ ഒരു പുതിയ വീഡിയോ ആയിട്ട് എല്ലാവർക്കും സ്വാഗതം. ഞാനുണ്ടല്ലോ ആശുപത്രി പോകാനായിട്ട് റെഡിയായിട്ട് നിൽക്കുകയാണ് കേട്ടോ. എന്നാന്ന് വെച്ചാൽ 4 ദിവസം കഴിയുമ്പോൾ ചെല്ലണമെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എനിക്ക് കണ്ണിയൊറിച്ചിലും തൊണ്ടയൊറിച്ചിലും ഒക്കെ ആ മരുന്നിൻ്റെയാണ്. എനിക്ക് ഉള്ളിനുള്ളിൽ ഇങ്ങനെ ഒരു വിമ്മിഷ്ടവും വികാസമുള്ളൊക്കെ ഉണ്ട്. ഇന്നലെ ആ കഴുകിയ തുണിയെല്ലാം കൊണ്ടുപോയി കട്ടിലിട്ടിട്ട് മടക്കിയപ്പോഴത്തേനും എനിക്ക് ഭയങ്കരമായിട്ട് വിമ്മിഷ്ടമൊക്കെ തോന്നുന്നുണ്ട്. പൊടിയുടെ പ്രശ്നം തന്നെയാണെന്ന് 100% ഉറപ്പാണ്. പക്ഷേ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എത്ര നാൾ മരുന്ന് കഴിക്കണമെന്നൊന്നും എനിക്കറിയത്തില്ല. എൻ്റെ പൊന്നെ, എനിക്കറിയത്തില്ല. ഇന്നലെ രാത്രി ആണെങ്കിൽ എനിക്കറിയത്തില്ല, എന്തൊക്കെയോ ഒരു അസ്വസ്ഥതയും കാര്യങ്ങളും. കൈ രണ്ടും വേദന, മരയ്ക്കുന്നു കൈ. ഇന്നലെ 1-2 മടലൊക്കെ വെട്ടി പിടിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്തു. എന്നതാണ് ഒന്നിനും കൊള്ളത്തില്ല, വെറും ചണ്ടിയായി തോന്നുന്നു, വെറും ചണ്ടി. പക്ഷെ നമ്മളങ്ങനെ തോറ്റു കൊടുക്കാൻ പാടുണ്ടോ? ഇല്ലല്ലേ. അപ്പോൾ എന്നാ ഇതാന്ന് പറഞ്ഞാലും നമ്മൾ ഉഷാറായിട്ട് വരണോ, അതല്ലേ ജീവിതം. അപ്പം എന്തായാലും ആഴ്ചയിലൊക്കെ പോയിട്ട് വരാം. 4 ദിവസം കഴിയുമ്പോൾ കാണിക്കണമെന്ന് പറഞ്ഞല്ലേ. അപ്പം 4 ദിവസം കഴിഞ്ഞു, ഇന്ന് 5ാമത്തെ ദിവസമാണ്. അപ്പോൾ പൂട്ടൊക്കെ വരട്ടെ കേട്ടോ. എന്നിട്ട് വന്നിട്ട് എന്നാ പറയുന്നത്, എൻ്റെ ലൈഫ് സ്റ്റോറിയുടെ ബാലൻസ് പറയാം അല്ലേ. ഓക്കെ, എന്നാല് അങ്ങനെ ആശുപത്രിയിലൊക്കെ പോയിട്ട് വന്നു കേട്ടോ. ഇന്നും 2 കൂട്ടം കുറിച്ച് തന്നു. ഒരു കൂട്ടമേ അവിടെ നിന്ന് കിട്ടിയിട്ടുള്ളൂ. മരുന്ന് ചെറുതായിട്ട് ഒരു ചെറിയ ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. അയ്യോ, വയറ് നിറഞ്ഞു. വെള്ളം കുടിച്ചാട്ടോ. ഇപ്പോൾ വന്നിട്ട് വെള്ളവും കുടിച്ചൊരു പഴവും തിന്നു പോയിട്ടൊക്കെ വന്നു കഴിഞ്ഞിട്ട്. പിന്നെ എന്നാ പറയുന്നത്, നന്നായിട്ട് ഉറക്കക്ഷീണം വരും, നല്ല ഉറക്കം വരും ഈ ഗുളിക കഴിക്കുമ്പോൾ. ഉറങ്ങണമെന്ന് തോന്നിയാൽ അപ്പോഴേ കയറി കിടന്ന് ഉറങ്ങിക്കോണം, അതേ ഉള്ളൂ ഇതിനൊരു പോംവഴി എന്നൊക്കെ പറഞ്ഞു കേട്ടോ. ഡോക്ടറും പ്രത്യേകം പറഞ്ഞു തന്നു, മെഡിക്കൽ സ്റ്റോറിലെ ചേട്ടനും പ്രത്യേകം പറഞ്ഞു തന്നു. രാത്രി ഈ ഗുളിക കഴിച്ച് കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് ഉറക്കം വരും, രാവിലെ എണീക്കുമ്പോഴും ഭയങ്കര ക്ഷീണമായിരിക്കും എന്നൊക്കെ. പക്ഷേ ഇപ്പം എൻ്റെ ക്ഷീണം മാറ്റാനുള്ള വഴി എന്നാണെന്നറിയോ? നിങ്ങളോട് ഇങ്ങനെ സംസാരിച്ചിട്ടിരിക്കുമ്പോൾ എനിക്ക് ക്ഷീണമൊക്കെ മാറും. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ ചെറുതായിട്ടൊന്ന് മഴയൊക്കെ ചാറി, കാര്യങ്ങളൊക്കെ വലിയ കാര്യമായിട്ടുള്ള മഴയൊന്നും പെയ്തില്ല. അങ്ങനെയൊക്കെ ഇരിക്കുന്നു. പിന്നെ വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ ഇന്നലെ നമ്മളെവിടെയാണ് നമ്മുടെ ലൈഫ് സ്റ്റോറി പറഞ്ഞു നിർത്തിയത്? എൻ്റെ സ്വന്തം ലൈഫ് സ്റ്റോറി എവിടെയാണ് പറഞ്ഞു നിർത്തിയത്? എന്നെ പിന്നെ കയറ്റുമതി ചെയ്തതാണ് അല്ലേ. കയറ്റുമതി എന്ന് പറയാനായിട്ട് പറ്റത്തില്ല കേട്ടോ. അപ്പം എന്നാ പറയുന്നത്, അങ്ങനെ ഞങ്ങളുടെ വീട്ടിലെ ഇങ്ങനെ എല്ലാവരും ഞങ്ങളിങ്ങനെ 10 പേര്, ചാച്ചനും അമ്മയും ഞങ്ങൾ കൂടപ്പുറപ്പുകളെല്ലാം കൂടെ 10 അടങ്ങുന്ന ഒരു കുഞ്ഞു കുടുംബത്തിലെ ആ സ്വർഗത്തിലെ ജീവിതം ഇങ്ങനെ അങ്ങോട്ട് ഓരോ ദിവസവും ഓരോ രീതിയിൽ പോയിക്കൊണ്ട് അങ്ങ് ഇരുന്ന സമയത്ത് ഞങ്ങളുടെ ചാച്ചന് പെട്ടെന്നൊരു വയ്യാഴികയും കാര്യങ്ങളൊക്കെ വന്നു. ചാച്ചന് പണിയാനൊന്നും പോകാനൊക്കെ വയ്യാണ്ടൊക്കെ ആയി. ശരിക്കും പറഞ്ഞാൽ ഇച്ചിരി എന്നാ പറയുന്നത്, മെൻ്റലി അപ്പടി ഡിപ്രഷനായി. കാരണം ആൾക്ക് നല്ല സ്വത്തും സമ്പത്തും ഒക്കെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ അതൊക്കെ ഇങ്ങനെ എന്താ പറയുന്നത്, ഒരു വഴിപ്പശകാല അതൊക്കെ നഷ്ടപ്പെടേണ്ടിയൊക്കെ ഒരു അവസ്ഥ വന്നപ്പോഴത്തേനും ആളുടെ സമനില തന്നെ തെറ്റുന്ന ഒരു കണ്ടീഷനായിപ്പോയി. അപ്പം പിന്നെ പണിയാനൊന്നും പോകാൻ വയ്യാണ്ടൊക്കെ ആയി. പിന്നെ അപ്പോൾ അമ്മയുടെ തലയിലോട്ടായി ഉത്തരവാദിത്തങ്ങൾ മൊത്തം. അമ്മ ഉൾപ്പെടെ ഈ 10 പേരുടെയും കാര്യങ്ങൾ അമ്മ തന്നെ നോക്കേണ്ട ഒരവസ്ഥയായി. അപ്പോഴത്തേക്ക് തന്നെ ഈ ഇച്ചിരി ആവതായ മക്കളൊക്കെ എന്തെങ്കിലുമൊക്കെ ഉച്ചേച്ച് തയ്യൽ പഠിക്കാനായിട്ടായി, തയ്യലും കാര്യങ്ങളൊക്കെ ആയി. പിന്നെ ശാന്തക്കുഞ്ചി അങ്ങനെ ഓരോരോ ചെറിയ ചെറിയ കുഞ്ഞു പരിപാടികളും കാര്യങ്ങളൊക്കെ ആയി. അവർക്ക് തന്നെ കുട്ടായും ചെറിയ ചെറിയ പണികൾക്കും കാര്യങ്ങൾക്കും ഒക്കെ പോകാൻ തുടങ്ങി. അപ്പം ശരിക്കും എല്ലാവർക്കും പഠിക്കണം കാര്യങ്ങളൊന്നൊക്കെ ഉണ്ട്. പക്ഷേ ഈ പറഞ്ഞ കണക്ക് ഇങ്ങനെയുള്ള ഒരു സാഹചര്യമൊക്കെ വന്നപ്പോഴത്തേനും പഠിത്തത്തിനകത്തൊക്കെ അങ്ങോട്ട് പുറകോട്ട് വലിയേണ്ടതായിട്ട് വന്നു. കുട്ടായിക്കും മോനായിക്കും ശാന്തക്കുഞ്ചിക്കും ഒക്കെ പഠിക്കണം എന്നൊക്കെ ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അന്ന് നമുക്ക് എന്നാ പറഞ്ഞു, ഈ അമ്മ ഒരാൾ തന്നെ എല്ലാം കൂടെ ചെയ്ത് തരേണ്ടി വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് പേനയുണ്ട്, പെൻസിൽ കാണത്തില്ല, ബുക്കുണ്ടെങ്കിൽ ഇത് കാണത്തില്ല, അങ്ങനെയൊക്കെ ഉള്ള സാഹചര്യം ഒക്കെ വന്നു. അങ്ങനെയൊക്കെ ആയി അവരൊക്കെ പഠിപ്പൊക്കെ നിർത്തി. അങ്ങനെ അവരവരുടേതായ ഓരോ കുഞ്ഞു പണികളിലോട്ടൊക്കെ പോയി. പിന്നെ അപ്പോഴത്തേക്കും ഞാൻ 5ാം ക്ലാസ്സൊക്കെ എത്തി. 5ാം ക്ലാസ്സൊക്കെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ എന്നാ പറയുന്നത്, എൻ്റെ അമ്മാവന്മാർ ശശിമാൻ്റെ വീട്ടിലോട്ട് ആദ്യം ഇതാക്കി. ശശിമാൻ എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയുടെ ആങ്ങളെയാണ്. ആ അമ്മാവൻ്റെ പിന്നെ ആദ്യത്തെ കുഞ്ഞുണ്ടായപ്പം മുതൽ പിന്നെ ഞാൻ അവിടെയായി. അമ്മായിക്ക് ഒരു താങ്ങും തണലൊക്കെ ആയിട്ട് കുഞ്ഞിൻ്റെ തുണിയൊക്കെ കഴുകി കൊടുക്കാനും, സുമേഷ് എന്നാണ് അവൻ്റെ പേര്. അങ്ങനെ അവരുടെ വീട്ടിലോട്ട് മാറ്റി. അങ്ങനെ തന്നെ. അപ്പം മാറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ ഉപേക്ഷിച്ച് തള്ളിക്കളഞ്ഞൊന്നും അല്ല. അമ്മയ്ക്ക് ഒരാളുടെ പാത്രത്തിലെ അളവ് കുറയ്ക്കാൻ പറ്റുമല്ലോ. അങ്ങനെ എനിക്ക് അവിടെ ആകുമ്പോൾ നല്ല ഫുഡും നല്ല ഇതും കിട്ടുകയും ചെയ്യും, അമ്മയ്ക്ക് ഒരാഴ്ചയാവുകയും ചെയ്യും. അങ്ങനെ അങ്ങോട്ടേക്കാണ് പഠിച്ചത്. അവിടെ നിന്ന് 5ാം ക്ലാസ് ആയപ്പം അങ്ങോട്ടേക്ക് വിട്ടു. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ എന്നാ പറയുന്നത്, ഇടയ്ക്കൊരു കുറച്ച് നാൾ വന്ന് വീട്ടിൽ നിന്നു. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ശബരിമലയ്ക്ക് പോകണം.
7ാം ക്ലാസ് 8ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞാൽ നമുക്ക് ശബരിമലയ്ക്ക് പോകാൻ പറ്റത്തില്ലോ. അപ്പോഴത്തേനും ചാച്ചൻ വന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് ചാച്ചനോട് ശബരിമലയ്ക്ക് പോയേ പറ്റത്തുള്ളൂ എന്ന് ഞാൻ അങ്ങനെ വാശി പിടിച്ച്. അപ്പോഴത്തേനും എൻ്റെ അമ്മായിക്ക് ഇച്ചിരി പണിയൊക്കെ ചെയ്യാറൊക്കെ ആയി പ്രസവമൊക്കെ കഴിഞ്ഞ്. അപ്പോൾ അങ്ങനെ ഇടയ്ക്ക് ഒരു കുറച്ച് നാൾ പോയി വീണ്ടും വീട്ടിൽ നിന്നു. സത്യം പറഞ്ഞാൽ അത്രയും കാലങ്ങളിൽ ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ താമസിച്ചിട്ടുള്ളൂ എന്ന് വേണം പറയാനായിട്ട്. കാരണം ഒരു 4ാം ക്ലാസ് വരെയൊക്കെ കറക്റ്റായിട്ട് നിന്നു. 5ാം ക്ലാസ്സൊക്കെ ആയപ്പോഴത്തേനും ശശിമാരോട്ട് വിട്ടു. പിന്നെ 5ൻ്റെ പകുതി പരീക്ഷയൊക്കെ ആ മാല ഇടുന്ന ടൈം ആയപ്പോഴത്തേനും ഞാൻ വീണ്ടും വീട്ടിലോട്ട് വന്നു. വീട്ടിൽ വന്നിട്ട് അമ്മയാന്ന് പറഞ്ഞു വേണ്ട മോനെ മാല ഇപ്പോൾ ഇടണ്ട, സാരമില്ല പിന്നെ ഇടാന്നൊക്കെ പറഞ്ഞു. എവിടെ ഞാൻ അമ്പനും ബില്ലും കേൾക്കില്ല. ഞാൻ ചാച്ചൻ പറഞ്ഞു കേട്ടിട്ട് ചാച്ചൻ്റെ കൂടെ പോയി തുപ്പിപ്പാള അമ്പലത്തിൽ പോയി മാലയൊക്കെ ഇട്ടു. അങ്ങനെ നോയമ്പും കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്തു. ഒരു കുറച്ച് ദിവസമായപ്പോഴത്തേനും കൊതി മുക്കാൻ തുടങ്ങി. ഞാൻ എന്നറിയോ ഭയങ്കര തണുപ്പ് സമയമല്ലേ, എന്നിട്ട് ഇഷ്ടം പോലെ കോഴിയുണ്ട് നമ്മുടെ വീട്ടിൽ. അപ്പം മുട്ടയിടും കോഴി. മുട്ട ഞാൻ എന്നെ ചെയ്തു പതിയെ ശാന്തക്കുഞ്ചിയൊക്കെ അന്ന് ഉഷേച്ചിയെ കെട്ടിച്ച് വിട്ടു എന്നാണ് എനിക്ക് എൻ്റെ ഒരു ഓർമ്മ. ഉഷേച്ചിയെ കെട്ടിച്ച് വിട്ടെന്നാണ് എനിക്കൊരു തോന്നുന്നത്. അപ്പം ശാന്തക്കുഞ്ചി എന്നോട് പറഞ്ഞു നീ മാല ഇടണ്ട, നിനക്ക് ഇറച്ചി മീനൊക്കെ കാണുമ്പോൾ തിന്നാൻ തോന്നും, വേണ്ടാതൊക്കെ പറഞ്ഞു. എല്ലാവരും മുതിർന്നവരെല്ലാവരും എന്നോട് പറഞ്ഞു. പക്ഷേ ഞാൻ കേട്ടില്ല. ഞാൻ ജാസിൻ്റെ കൂടെ പോയി മാലയാക്കി ഇട്ടിട്ട് വന്ന് കുറച്ച് ദിവസം എനിക്ക് ഒരു കുഴപ്പമില്ല. പോയി അങ്ങനെ രാവിലെ എണീറ്റ് കുളിക്കുന്നു, ശരണം വിളിക്കുന്നു, പിന്നെ സ്കൂളിൽ പോകുന്നു, വൈകിട്ട് വന്ന് കുളിക്കുന്നു, ശരണം വിളിക്കുന്നു, ഭയങ്കര പരിപാടി. പക്ഷേ ഒരു 10-25 ചാച്ചനെ ഉണ്ടല്ലോ, ചാച്ചന് ഈ ഉടായ്പ പരിപാടിയൊന്നും നടത്തത്തില്ല. ചാച്ചന് 1-2 ദിവസമോ അല്ലെങ്കിൽ 1 മാസമോ 2 മാസമോ ഒന്നും എടുത്തിട്ട് പോകത്തില്ല. ചാച്ചൻ പകരം വിളക്കിനെ പോകത്തുള്ളൂ. എന്നിട്ട് അങ്ങനെ അത്രയും ദിവസം നോയമ്പെടുക്കുന്നതിനിടയിൽ ഞാൻ ചെയ്ത പരിപാടികൾ കേൾക്കട്ടോ. ഞാൻ ഒരു മുട്ട എടുത്തിട്ട് മണ്ണൊക്കെ പൊതിഞ്ഞിങ്ങനെ തേച്ച് വെച്ചു. മുട്ട ഇങ്ങനെ മുട്ട മണ്ണിനകത്താക്കി. എന്നിട്ട് കൊണ്ടുപോയി 4 മണിക്കാണ് സ്കൂളിൽ നിന്ന് വന്നിട്ടാ എല്ലാവരും വരുന്നതിന് മുമ്പായിട്ട് കൊണ്ടുപോയി ഇട്ടിട്ട് ചപ്പ് കത്തിച്ച് ചൂട് കായും. മുറ്റത്തിൻ്റെ താഴെ ഒരു സ്ഥലത്ത് ഞങ്ങൾ മുറ്റമൊക്കെ കൊടുത്ത് തൂത്തുമായിരുന്നു. അയലൊക്കത്തെ ഇപ്പുറത്തെ മറമ്പിൽ നിന്നൊക്കെ ചപ്പ് വരിക്കൊണ്ടിട്ട് കത്തിക്കും. എന്നാന്ന് വെച്ചാൽ ഭയങ്കര തണുപ്പാണ്. അന്നേരം അങ്ങനെ കത്തിച്ച് ആ സ്ഥലത്ത് കൊണ്ടുപോയിട്ടിട്ട് ചുട്ട് ഇത് ഒരു കുറച്ച് സമയം കഴിഞ്ഞ് വന്നിട്ട് തീ കൊണ്ടുപോയി ചപ്പിട്ട് ആഴി കൂട്ടി കത്തിച്ച് ഇത് പൊട്ടിത്തെറിച്ച് മുഖത്തൊക്കെ വീഴാഞ്ഞത് ദൈവഭാഗ്യം. അപ്പോൾ അങ്ങനെ അന്ന് കറക്റ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ചേച്ചി ഇറങ്ങി വരിക, ശാന്തക്കുഞ്ചി ഇറങ്ങി വരിക. സാമിയല്ലേ അടിക്കാൻ പറ്റുമോ? എന്നിട്ട് പറഞ്ഞു നിന്നെ പുലി പിടിച്ചോളൂ, നീ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞല്ലേ, മാല ഉരിക്കോ എന്നൊക്കെ പറഞ്ഞു. എവിടെ നമ്മളതുപോലെ കേൾക്കാൻ പോയിട്ടുണ്ടോ? ലാസ്റ്റ് ഏതായാലും ഞങ്ങളുടെ ശബരിമല സമയമായി. ഞാനും ജാസനും കൂടെ മലയ്ക്ക് പോയി. നല്ല ഒരിക്കലും മറക്കത്തില്ലാത്ത കാര്യങ്ങളാണ് അതൊക്കെ. മലയ്ക്ക് പോയിട്ട് എന്താ പറഞ്ഞത്, മകരവിളക്കിനെ മലയ്ക്ക് വലിയ കെട്ടുന്നറിയെല്ലാം വെച്ച് എല്ലാവരും അമ്മമാരും ആൾക്കാരും എല്ലാവരും വന്ന് കൈ നിറച്ച് എന്നാ പറയുന്നത് പൈസയൊക്കെ തരുമല്ലോ. അങ്ങനെ ഞങ്ങൾ പോയി. ആകെപ്പാടെ ഒരു ഡ്രസ്സൊക്കെ കൊണ്ടാണ് പോയിട്ട് എന്നറിയോ, അയ്യപ്പനെയൊക്കെ നന്നായിട്ട് കണ്ടു. നല്ല പിള്ളേരെയൊക്കെ കിട്ടി. പോയ വഴിക്ക് അവിടെ എരുമേലിലൊക്കെ പോയി പിന്നെ ഇതൊക്കെ തുള്ളി അടിച്ച് പൊളിച്ച് പോയി. എല്ലാം നല്ല ഭംഗിയായിട്ട്. ലാസ്റ്റ് ചാച്ചൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീടുണ്ടായിരുന്നു എരുമേലിൽ. ചാച്ചൻ എന്തിനാ തിരിച്ചു പോരത്തില്ല. ചാച്ചൻ അന്ന് ഭയങ്കര പ്രമാണിയായിരുന്നു. അപ്പം ചാച്ചനോട് കടം മേടിച്ച ഒരു ചേട്ടനാണ് ആ ചേട്ടൻ. ചാച്ചൻ്റെ കയ്യിൽ നിന്നുള്ള പൈസ, എൻ്റെ അപ്പൻ്റെ കയ്യിൽ നിന്നുള്ള പൈസ മേടിച്ച് കാര്യങ്ങൾ ചെയ്തൊരു മനുഷ്യനാണ്. പക്ഷെ ആ പുള്ളി അവിടുത്തെ ഭയങ്കര കാശുകാരനാണ്. വലിയ പടുകൂറ്റൻ മറ്റേ ഗേറ്റും വലിയ വീടും ഒക്കെ. എന്നിട്ട് ലാസ്റ്റ് കറിയാച്ചൻ, ക്രിസ്ത്യാനാണ് കേട്ടോ, കറിയാച്ചൻ എന്നാണ് ആ പുള്ളിയുടെ ചേട്ടൻ്റെ പേര്. എന്നിട്ട് എൻ്റെ പൊന്നെ എന്നെയും ചാച്ചനും കൂടെ, ചാച്ചൻ പറഞ്ഞു നമുക്ക് അവരുടെ വീട്ടിൽ പോയിട്ട് പോകാം, എനിക്കൊരു കൂട്ടുകാരനുണ്ട് ഇവിടെ, അവിടെ പോയിട്ട് പോകാമെന്ന് പറഞ്ഞ് ചാച്ചൻ അവരുടെ വീട്ടിൽ കൊണ്ടുവന്നു. അവിടെ കൊണ്ടുവന്ന് ഇപ്പം വലിയ സെറ്റിയും സോഫയും നമ്മൾ അന്നത്തെ കാലത്ത് അങ്ങനത്തെ ഒന്നും കണ്ടിട്ട് പോലും ഇല്ല. 2 പിള്ളേരാണ് അവർക്ക്. നല്ലൊരു ആൻറ്റി, നല്ലൊരു ജുബായൊക്കെ ഇട്ട്, സിൽക്ക് ജുബായൊക്കെ ഇട്ട്, ഇങ്ങനെ നമ്മുടെ ഇന്നസെൻ്റ് ചേട്ടൻ സിനിമയ്ക്കകത്ത് കാണത്തില്ല, നല്ല സ്വർണ്ണമാലയൊക്കെ ഇട്ട് നല്ല സിൽക്ക് ജുബായൊക്കെ ഇട്ടോ. അന്ന് പറഞ്ഞോണക്ക് ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് ആ ചേട്ടൻ്റെ ഇറങ്ങി വരവൊക്കെ. എന്നിട്ട് വന്ന വരവേ ആ ചേട്ടൻ ഇങ്ങോട്ട് ഓടി ഇറങ്ങി വന്നിട്ട് ചാച്ചനെ വട്ടം കിട്ടിയും കുടിച്ചു. എൻ്റെ പ്രഫേ എന്നും പറഞ്ഞുകൊണ്ട്, ചാച്ചൻ്റെ പേര് പ്രഭാകരൻ എന്നായിരുന്നു. പ്രഫേ എന്നായിരുന്നു ചാച്ചനെ സ്നേഹമുള്ളവരൊക്കെ വിളിക്കുന്നത്. ഞാനിതൊക്കെ കണ്ടിങ്ങനെ അത്ഭുതത്തിൽ കിളി പോയി നിൽക്കുക, അറിയത്തില്ലല്ലോ ആരാ എന്നാന്നൊന്നും. ലാസ്റ്റ് ഞങ്ങളെ പെരക്കകത്ത് കെട്ടുകൊണ്ടുപോയി ഞങ്ങൾക്ക് നല്ല സ്വീറ്റ്സും എന്നാ പറയുന്ന ബിസ്ക്കറ്റും കാര്യങ്ങളും ഒക്കെ തന്ന്. ഞാനൊന്നും അതൊന്നും കണ്ടിട്ട് പോലില്ല, ഉള്ള കാര്യം പറയുന്നത് കേട്ടോ. അങ്ങനെ പിന്നെ ഒരു 2 ദിവസം കഴിഞ്ഞ് പോകാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിൽപ്പുള്ളൂ ആ ചേച്ചി. അവിടുത്തെ ആൻറ്റി എനിക്ക് അവിടുത്തെ പിള്ളേരുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ തന്നു. ആൻറ്റി തോട്ടി കൊണ്ടുപോയി കുളിപ്പിക്കും. തൊട്ടടുത്തൊരു തോടൊക്കെ ഉണ്ട്, അതൊക്കെ ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. എന്നിട്ട് നല്ല നല്ല ഫുഡ് കാര്യങ്ങൾ. എനിക്കും വീട്ടിൽ പോരണമെന്നില്ല. അങ്ങനെ ഞാനും ചാച്ചനോട് അവിടെ നിന്നു. ഈ ശബരിമല സീസണും കഴിഞ്ഞു, ഇതെല്ലാം കഴിഞ്ഞു. ഞങ്ങളെ അന്വേഷിച്ചു. അമ്മാമാരോടൊക്കെ അമ്മ കാറിക്കൂയി പറഞ്ഞു പോയി അന്വേഷിക്കുക. ചാച്ചനെയും എന്നെ
ഇവിടെ ഒന്ന് തപ്പ് എന്നൊക്കെ പറഞ്ഞു. ഏതോ അമ്മമാർ എരുമേലിയിലോ അവിടെ ഇവിടെ കണ്ടൊക്കെ വന്നു. അന്നേരത്തിന് അവിടെ അന്നൊക്കെ ശബരിമലയുടെ സീസണൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടച്ചു കഴിഞ്ഞാൽ ആനയും പുലിയും കടുവയും ഒക്കെ ഉണ്ട്. അപ്പോൾ കയറി പോകാനൊന്നും പറ്റത്തില്ല. അങ്ങനെ ഞങ്ങളെ പുലി പിടിച്ചു എന്ന് കരുതി എൻ്റെ വീട്ടുകാരും നാട്ടുകാരും എല്ലാം അങ്ങനെ സന്തോഷിച്ചിരുന്ന് ഒരു 10-25 ദിവസം കഴിഞ്ഞു. ശബരിമല സീസൺ കഴിഞ്ഞ് ഒരു 10-25 ദിവസം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേന് എനിക്ക് പതിയെ ഉള്ളിനുള്ളിൽ സങ്കടമാകാൻ തുടങ്ങി. എനിക്ക് അമ്മേനെ കാണണം, ഇളയ അനിയത്തിയെ ആശേനെ കാണണം. ഇങ്ങനെ ചാച്ചനോട് വഴക്കൂടാൻ തുടങ്ങി. എനിക്ക് പോകണം, വീട്ടിൽ പോകണം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ചാച്ചൻ എന്നെ ചെയ്യുന്നതെന്നറിയോ, രാവിലെ ഈ പുള്ളിയുടെ കൂടെ കാറെ കയറി അങ്ങ് പോകും. അവർക്ക് ഭയങ്കര തോട്ടമോ കാര്യങ്ങളോ അങ്ങോട്ടാകാം, ചിലപ്പോൾ പണിയാനാണോ എന്തിനാണോ. പിന്നെ ചാച്ചൻ വരുന്നത് വൈകിട്ടാണ്. പകൽ മൊത്തം ഈ ആൻറ്റി എന്നെ പൊന്നു ഉണക്ക് നോക്കും. എനിക്ക് എല്ലാ സാധനങ്ങളും തരും. ആ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകും, ഞാൻ സ്കൂളിലൊന്നും പോകുന്നില്ല, ഞാൻ അവിടെ നിൽക്കുക. ലാസ്റ്റ് ചാച്ചൻ ഇങ്ങോട്ട് പോരണമൊന്നുമില്ല. അത് കഴിഞ്ഞ് ഞാൻ ഏതായാലും ബഹളം വെച്ച് വഴക്ക് വെച്ച് കാറിക്കൂവി ബഹളം വെച്ച് ഞങ്ങൾ പോരുക. അപ്പോഴും ഞങ്ങളുടെ ഇരുമുടി കെട്ടും തേങ്ങായും സാധനവും പ്രസാദവും എല്ലാം ഞങ്ങളുടെ അങ്ങനെ തന്നെ ഇരിക്കുക അവരുടെ ഹാളിനകത്ത് ഒരു സൈഡിൽ. ലാസ്റ്റ് ഞങ്ങൾ അതൊക്കെ എടുത്ത് ബസ്സിൽ കയറി വീട്ടിൽ ഇവിടെ വന്നു. നമ്മളിപ്പം മാതാവിൻ്റെ അടുത്ത് തിരിയിരിക്കാൻ പോയില്ലേ, അവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും പരപ്പേ വന്ന് ബസ്സിൽ ഇറങ്ങിയിട്ട് നടന്ന് പോരുക. ഇത് കെട്ടുണ്ട് 2 പേരുടെയും തലയിൽ. എന്നിട്ട് അവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് വിശക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ആ പള്ളിയുടെ മുറ്റത്ത് ഒരു ചാമ്പ നിൽപ്പുണ്ടായിരുന്നു, നമ്മുടെ ഈ ഉണ്ണിച്ചപ്പള്ളിയുടെ മാതാവിൻ്റെ. അപ്പോൾ അവിടെ കയറി ചാമ്പങ്ങയൊക്കെ പറിച്ച് തിന്ന് കിണറ്റിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ട് വീണ്ടും കെട്ടൊക്കെ എടുത്ത് തലയിൽ വെച്ചിട്ട് അവിടുന്ന് 2 മണി മേടിച്ചു. ഞങ്ങൾ ശബരിമലയിൽ നിന്ന് 2 മണി മേടിച്ചിട്ടുണ്ടായി. ഞാൻ മണി ഇലിക്കും, ചാച്ചൻ ശരണം വിളിക്കും. ശബരിമല സീസണൊക്കെ കഴിഞ്ഞില്ലേ, ലാസ്റ്റ് ഞങ്ങൾ ഉപ്പുവരെ കൂടെ സിറ്റി കൂടെ ഒരു ശരണമൊക്കെ വിളിച്ച് നടന്ന്. അപ്പോഴത്തേക്കും ഞങ്ങളുടെ സ്വന്തക്കാർ എന്നാ പറയുന്നത്, മോളമ്മയുടെ വല്യപ്പൻ, മോളമ്മയുടെ അപ്പൻ്റെ ചേട്ടൻ വന്ന് ഞങ്ങളെ പിന്നെ ശരണമെല്ലാം വിളിച്ച് വീണ്ടും വീട്ടിൽ കൊണ്ടുവന്നു. വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ അമ്മ പണിയാൻ പോയേക്കുക, ആരുമില്ല, പന്തലൊക്കെ അഴിച്ച് ദൂരെ കളഞ്ഞു. അയ്യപ്പം ഞാൻ നോവൻ ചേച്ചി ശരണപ്പള്ളി കേട്ടോ ഓടി വന്ന് വിളക്കൊക്കെ കത്തിച്ച് വെച്ചിട്ട് കല്ലൊക്കെ പിടിച്ചിട്ട് നെയ്ത്താക ഒക്കെ ഉടച്ച. അങ്ങനെ ഞാനൊരു ശബരിമലയ്ക്ക് പോയത്. ഇവരെല്ലാവരും വിചാരിച്ചു ഞാനും എൻ്റെ ചാച്ചനും പുലി കൊണ്ടുപോയത്. പക്ഷെ പുലിയൊന്നും കൊണ്ടുപോയില്ല. അതൊക്കെ ജീവിതത്തിൽ മറക്കത്തില്ലാത്ത കാര്യങ്ങളാണ് കേട്ടോ. സത്യം ഇപ്പോഴും ഇത് എല്ലാവരോടും കൂടുമ്പോൾ ഞങ്ങളെല്ലാവരോടും കൂടുമ്പോൾ അന്ന് ഇവിടെ പുലി പിടിച്ചാൽ മതിയായിരുന്നു, തിരിച്ചു വന്ന് അങ്ങനെ പറയുന്നു. അങ്ങനെ ഒരു ശബരിമലയ്ക്ക് പോകാനായിട്ടും കൂടെ കൂടി കുറച്ച് നാളും കൂടി ഞാൻ വീട്ടിലൊക്കെ നിന്നു. അത് കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ വിജയമ്മാൻ്റെ അമ്മായി, എൻ്റെ വേറൊരു അമ്മാവൻ്റെ അമ്മായി ഇതോണക്ക് തന്നെ പ്രസവമൊക്കെ കഴിഞ്ഞു. അപ്പോൾ അവിടെയും കുഞ്ഞ അമ്മായി തന്നെ ഉള്ളൂ. അമ്മ പണിക്ക് പോവും, വെല്ലുമ്മച്ചി ഈ പറഞ്ഞ കണക്ക് എല്ലാം കൂടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയായി. അപ്പോൾ എന്നെ വിജയമ്മാൻ്റെ തൊട്ട് തട്ടി. പക്ഷെ അതൊക്കെ എനിക്കുണ്ടല്ലോ എൻ്റെ ജീവിതത്തിൽ മതിരിക്കുന്ന ഓർമ്മകളാണ് കേട്ടോ. കാരണം ഇഷ്ടമുള്ള സാധനങ്ങളെ ഇഷ്ടം പോലെ അവിടെ ഉണ്ടാക്കും. നമ്മുടെ വീട്ടിലെ അത്രയും ബുദ്ധിമുട്ടും കാര്യങ്ങളും ഇല്ല. എന്നും മീനുണ്ട്, എന്നും മിക്കവാറും തന്നെ ഇറച്ചിയുണ്ട്. അങ്ങനെ നല്ല നല്ല ഫുഡും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും. പിന്നെ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പണി ഇച്ചിരി ഉണ്ട്. നമ്മുടെ ഇപ്പോൾ സന്തോഷിൻ്റെ കടയുടെ തൊട്ടപ്പുറത്ത് വരെ വരണം വെള്ളം കോരാനായിട്ട്. ആ മല കീറിയ മണ്ടേ കൊണ്ടുപോകണം. അന്ന് വഴിയൊന്നും ഇല്ല, നടയായി 18-ാം പടി കയറുന്നോണം പോകണം. അങ്ങനെ കുറേ വെള്ളം കോരാനും കുറേ തുണി അലക്കാനും കുറേ വിറക് ചുമക്കാനും അങ്ങനെയൊക്കെ കുറേ കഷ്ടപ്പെട്ടു, കുറേ പണി ചെയ്തു. പക്ഷേ എന്നാലും എനിക്ക് അവിടെ സ്വർഗ്ഗമായിരുന്നു, സുന്ദരമായിരുന്നു. അമ്മായിമാനുവിനെ പൊന്നുകൊണക്ക് അവരുടെ മൂത്ത കുഞ്ഞിനെ നോക്കുന്നതുകൊണ്ട് 2 അമ്മായിമാരും അമ്മായിമാരും അതെ കേട്ടോ. ഇന്ദിര എന്നാണ് 2 അമ്മായിമാരുടെയും പേര്. ശശിമാൻ്റെ ആണല്ലോ. ഇന്നിപ്പോൾ ആശുപത്രി പോയപ്പോൾ ഞാൻ ശശിമാൻ്റെ അമ്മായി കണ്ടിട്ട് വരിക കേട്ടോ. ഈയിടെ കഴിഞ്ഞ ദിവസം സിറ്റി വെച്ചപ്പോൾ എന്നെ കെട്ടിപ്പിടിച്ചു വരിക. അങ്ങനെ ആ 2 അമ്മായിമാരും അതേപോലെ അവരുടെ ആ മക്കളെ നോക്കുന്നതുകൊണ്ടൊക്കെ എന്നെ നോക്കിയത് കേട്ടോ. അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെ നിന്ന് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. അതിനിടയ്ക്ക് എൻ്റെ വിജയമാനുണ്ടെങ്കിൽ കാപ്പി ബോർഡിൽ ലോഡിങ്ങുകാരനാണ് പണി. അപ്പോൾ അമ്മായി എന്നെ എന്നറിയോ ഭയങ്കര സ്നേഹം. അമ്മായിമാനോട് ഭയങ്കര ചങ്കായിരുന്നു. അവരെ പോണക്ക് സ്നേഹിച്ച എൻ്റെ ബാക്കിയുള്ള അമ്മമാരെയും ഒന്നും കണ്ടിട്ടില്ല. അത്രയും കൂട്ടായിരുന്നു, അത്ര സ്നേഹമായിരുന്നു. എന്നാൽ വഴക്കുണ്ടോയെന്ന് ചോദിച്ചാൽ വഴക്കമുണ്ട്. പക്ഷേ ഇവർ ഭയങ്കര സ്നേഹമായിരുന്നു, ശരിക്കും റൊമാൻസായിരുന്നു സത്യമായിട്ടും. എന്നിട്ടുണ്ടല്ലോ അമ്മായി നല്ല തേങ്ങയൊക്കെ വറുത്തരച്ചിട്ട് മുട്ടക്കറിയൊക്കെ വെച്ചിട്ട് എനിക്കുള്ളത് പിന്നെ തന്നതായിരിക്കും ചിലപ്പം, ഞാൻ കഴിച്ചതായിരിക്കും ചിലപ്പോൾ. ഇതല്ലെങ്കിൽ മോൻ കൊണ്ട് കൊടുത്തിട്ട് വന്നിട്ട് നമുക്ക് 2 പേർക്കും കൂടെ ഒരുമിച്ച് ഉണ്ടാ പോരേന്ന് ചോദിക്കും. എന്നിട്ട് ഞാനുണ്ടല്ലോ എൻ്റെ ഈ പൊതിഞ്ഞ് കെട്ടി തന്നുവിടും. ഒരു പകുതിക്ക് ചെല്ലുമ്പോൾ ഞാൻ പതിയെ പൊതി അഴിക്കും. എന്നിട്ട് ഞാൻ നോക്കും എത്ര മുട്ട വെച്ചിട്ടുണ്ട്. മുറിച്ച് വറുത്തരച്ച കിഴങ്ങൊക്കെ ഇട്ടിട്ട് തേങ്ങയൊക്കെ വറുത്തരച്ച കറിയാണ്. അപ്പം ചിലപ്പം 4 കഷ്ണം കാണും. പതിയെ 2 കഴിക്കും. ഒരെണ്ണം കൊണ്ടുപോയി 2 മുട്ടയെ വെച്ചേക്കും. 2 മുട്ട മുറിക്കുമ്പോൾ 4 പീസാതില്ലേ. എന്നിട്ട് കൊണ്ടുപോയി ഒരെണ്ണം കൊടുക്കും. അമ്മാവന് ഇത് അറിയുന്നുണ്ടോ, എത്ര എണ്ണോ കൊടുത്തു വിട്ടേന്നോ വല്ലോ അമ്മാവൻ അറിയുന്നുണ്ടോ? അമ്മായി ഓർക്കുന്നുണ്ടോ ഇത് ഞാൻ പോകുന്ന വഴിക്ക് തിന്നുന്നുണ്ടോ? ഇത് ഈ വീഡിയോ കാണുമ്പോഴേ അവർ മനസ്സിലാകത്തുള്ളൂ. എൻ്റെ ദൈവമേ
കാര്യമായിരുന്നു കേട്ടോ. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ എൻ്റെ ജീവിതത്തിലെ ഒരു ഇങ്ങനെ അത്രമാത്രം ഞാൻ ഇപ്പോഴും ഇഷ്ടപ്പെടുന്ന സ്നേഹിക്കുന്ന ആ സമയങ്ങളാണ്, ഓർക്കാൻ കൊതിക്കുന്ന ഒരു സമയങ്ങളാണ് അതൊക്കെ. പിന്നെ ആ പരിസരത്തുള്ള പിള്ളേരൊക്കെ ആണെങ്കിലും ഞങ്ങൾ വെള്ളം കോരാൻ പോകുമ്പോഴൊക്കെ ഒരുത്തി തേങ്ങ കൊണ്ടുവരും, ഞാൻ പഞ്ചസാര എടുക്കും, എന്നിട്ട് തേങ്ങയും പഞ്ചസാരയും കൂടെ വഴി തിന്നുകൊണ്ട് പോകും. അങ്ങനെ കുറേ പരിപാടികളുണ്ടായിരുന്നു, കുറേ നല്ല 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 ഓർമ്മകൾ. അവൾക്ക് തന്നെ വെല്ലുമിച്ചിയും വെലിച്ചാച്ചനും. ഏറ്റവും താഴത്തെ വീട് രാജുമാൻ്റെ ആയിരുന്നേ. ആ അമ്മാൻ്റെ മുറ്റത്ത് 2 ചെന്തെങ്ങ് നിൽപ്പുണ്ടായിരുന്നു, അങ്ങേ സെല്ലും ഇങ്ങനെ സെല്ലും മുറ്റത്ത്. ആ വെലിച്ചാച്ചൻ ഉണ്ടല്ലോ, വെലിച്ചാച്ചനൊക്കെ കാണാൻ നല്ല സുന്ദരമായിരുന്നു. വെലിച്ചാച്ചനും അത് വെല്ലുമിച്ചിയായിരുന്നു, നല്ല കിളിക്കുഞ്ഞുങ്ങൾ പോലെ നല്ല സുന്ദരമായിരുന്നു. വെളുത്ത് മൊത്തം മുടിയും വെളുത്തിട്ട് നല്ല സൗന്ദര്യമായിരുന്നു. അന്ന് ഈ ഡൈയും കീയൊന്നും ഇല്ലല്ലോ. എന്നിട്ട് വെലിച്ചാച്ചൻ എന്നാ ചെയ്യുന്നറിയാം, ഈ ഓലന്ന് ഈ ഇതെടുക്കും, ഒരു ഓല ഇങ്ങോട്ട് പറിച്ചെടുക്കും, എന്നിട്ട് ഈർക്കിലി എടുത്ത് ദൂരെ കളഞ്ഞിട്ട് തലമുടി പിടിച്ച് കെട്ടി വെക്കും. എന്നിട്ട് പറയും, പാവപ്പെട്ട വീട്ടിലെയാ, ഒന്നുമില്ല, അപ്പനും രോഗിയാ, ആരെങ്കിലും കെട്ടിക്കൊണ്ട് പോകണ്ടേ, മുടിയൊക്കെ കണ്ടെങ്കിലും കെട്ടിക്കൊണ്ട് പോട്ടെ എന്ന്. അതൊക്കെ ഇന്നലത്തെ പോകണം. അതുകൊണ്ട് തന്നെ ഉണ്ടല്ലോ, ഞാൻ വെല്ലുമിച്ചിട്ട് കൂടെ കിടക്കത്തുള്ളൂ. വിജയമാൻ്റെ അവിടെയൊക്കെ നിൽക്കുമ്പോൾ വെല്ലുമിച്ചിട്ട് കൂടെ കിടക്കണേ. അപ്പോൾ വെല്ലുമിച്ചി എന്നെ ചേർത്ത് പൊത്തി പിടിച്ച് ഞാൻ ദേഹത്തോട്ട് കീഴോട്ട് ചേർന്ന് കിടക്കും. എന്നിട്ട് ഇച്ചിരി പച്ചി കുടിച്ചോട്ടെ എന്നൊക്കെ ചോദിക്കും. അന്നേരം കളിയാക്കി എൻ്റെ പൊടി എണീറ്റ് എൻ്റെ അടുത്ത് കിടക്കണമെന്നൊക്കെ പറയും. പക്ഷേ എന്നെ ഇഷ്ടമാണ്, ചേർത്ത് പൊത്തി പിടിച്ച് അങ്ങനെ വെല്ലുമിച്ചിയുടെയും വെലിച്ചാച്ചൻ്റെയും വെല്ലുമിച്ചിയുടെ കൂടെ കിടക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അയ്യോ സത്യം, അങ്ങനെ ഒരു നല്ലൊരു ജീവിതമായിരുന്നു ആ ടൈമിലൊക്കെ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ആ വീട്ടിലും 1-2 പിള്ളേരൊക്കെ ഉണ്ടായി. അങ്ങനെ 2-3 വർഷമൊക്കെ അങ്ങ് പോയി. ഞാൻ ശശിമാൻ്റെ സുമേഷ, ഉണ്ണി, നീതു 3 പിള്ളേരാ ശശിമാൻ. ആ 3 കുഞ്ഞുങ്ങളുടെയും അമ്മായി പ്രസവിച്ച സമയത്ത് ഞാൻ ആ അമ്മായിയുടെ അടുത്താണ് പോയി നിന്നത്. അതുകൊണ്ട് തന്നെ വിജയമാൻ്റെ മുത്ത്, മണിക്കുട്ടി, ഉണ്ണി, ആ 3 കുഞ്ഞുങ്ങളും ഉണ്ടായപ്പോഴും ഞാൻ അമ്മായിയുടെ അടുത്ത് പോയി നിൽക്കുകയും അങ്ങനെ ആ വിജയമാൻ്റെയും ശശിമാൻ്റെയും അവിടുത്തെ എനിക്കത് അത്രയും ഫീലിങ്സ് ഉള്ള ഒരു ജീവിതം കേട്ടോ, അത്രയും സന്തോഷമുള്ള. ആ പിള്ളേർക്കും അതെ എന്നോ ജീവനായിരുന്നു അറിയാം, കുഞ്ഞുങ്ങൾക്ക് എല്ലാത്തിനും അതെ ഭയങ്കര സ്നേഹവും ഭയങ്കര ഇഷ്ടമായിരുന്നു. എൻ്റെ ദൈവമേ, മുത്തൊക്കെ ആണെങ്കിൽ ഞാനൊക്കെ ചെല്ലുമ്പോഴത്തേക്കും ഉണ്ടല്ലോ, സിന്ധു കുഞ്ഞി എന്നെ കൂടെ കൊണ്ടുപോകാം, സിന്ധു കുഞ്ഞി എന്നെ കൂടെ കൊണ്ടുപോകാം, എന്നിട്ട് ഞങ്ങളുടെ കൂടെ പോരും. അങ്ങനെയായിരുന്നു. അങ്ങനെ അതൊക്കെ ഒരു നല്ല നല്ല മധുരിക്കുന്ന കുറേ നല്ല നല്ല ഓർമ്മകൾ. ഒന്നിനെക്കുറിച്ചും ആകുലതയില്ല, ചിന്തയില്ല. എന്നും സിനിമയ്ക്ക് പോവേ, സിനിമ തിയേറ്ററിൻ്റെ തൊട്ടടുത്താണ് വിജയമാൻ്റെ വീട്. എന്നിട്ട് വിജയമാന കീഴിലൊടുങ്ങിയാനൊക്കെ ആയതുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എന്നിട്ട് എനിക്കൊന്നും ടിക്കറ്റൊന്നും എടുക്കണ്ട, അപ്പോൾ എല്ലാ ഇതിനും പോകും സിനിമയ്ക്ക്. വിജയമാൻ്റെ അമ്മയും കൂടെ ഞാൻ എല്ലാ സിനിമയ്ക്കും പോകും. അന്നേരം കുഞ്ഞുങ്ങളെ ഉറക്കി കിടത്തിയിട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ വെല്ലുമിച്ച് നോക്കിക്കോളും കുഞ്ഞുങ്ങളെ. എന്നിട്ട് വിജയമാനെ അമ്മേനെ കൂടെ അടുത്തിരിക്കുക. ഞാൻ പറഞ്ഞില്ല മുടിഞ്ഞ റൊമാൻസ് ആയിരുന്നു, അടുത്തിരുത്തിയില്ല. ഇപ്പം അതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് ശരിക്കും ചിരി വരും. അമ്മായിയുടെ തോളലോട്ട് കൈ വെച്ചിരിക്കാനും അമ്മാൻ്റെ മടിയിലൊന്ന് കൈ വെച്ചിരിക്കാനും ഒക്കെ ഇവർക്ക് ആഗ്രഹം കാണും. പക്ഷേ ഞാൻ ഇവരുടെ 2ൻ്റെയും നടുക്കുകയിരിക്കത്തുള്ളായിരുന്നു. സത്യമായിട്ടും അങ്ങനെ ചട്ടമ്പിയായിട്ട് ഒന്നിനെക്കുറിച്ചും ഒരു വിഷമവും അനുഭവിക്കാണ്ട്, ഒരു സങ്കടവും ഇല്ലാണ്ട്, നല്ല പൂമ്പാറ്റയെ പോലെ പാറിപ്പറന്ന് നടന്ന ഒരു ജീവിതമായിരുന്നു എൻ്റെ ബാല്യം. ശരിക്കും എന്ന് പറഞ്ഞാൽ ശരിക്കും. കാരണം എനിക്ക് പണ്ട് പോലെ കുഞ്ഞുങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കഷ്ടപ്പെടാൻ പണി ചെയ്യുന്നതിനൊന്നും എനിക്കൊരു പണിയില്ല. പിന്നെ എന്നാ പറഞ്ഞത്, ഇപ്പം അമ്മയുടെ ഡ്രസ്സൊന്ന് കഴുകി കൊടുക്കണം, അല്ലെ അമ്മയ്ക്ക് ചിവറ കൊണ്ട് കൊടുക്കണം, അല്ലെ ഒരു ചക്ക ഇട്ടുകൊണ്ട് കൊടുക്കണം. ഇതൊന്നും എനിക്ക് അങ്ങനെ എനിക്ക് പണി ചെയ്യുന്നതിന് എനിക്ക് ഒരു മടിയില്ലാത്ത ഒരു കൂട്ടത്തിലായിരുന്നു. അപ്പോൾ അങ്ങനെ അതുപോണക്ക് എന്നോടും തിരിച്ച് അവരങ്ങനെ തന്നെയായിരുന്നു. അമ്മായിമാർ 2 പേരും പൊന്നുകൊണക്ക് നോക്കിയതാ, പറയാതിരിക്കാൻ പറ്റത്തില്ല, അത് എടുത്ത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ശരിക്കും ആ അമ്മായിമാരുടെ കുറേ ഗുണങ്ങളൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ ഇപ്പോഴും ഞാൻ ചില കറി വെക്കുമ്പോൾ എനിക്ക് എൻ്റെ ശശിമാൻ്റെ അമ്മയുടെ കറിയുടെ ടേസ്റ്റ് വരും. അതുകൊണ്ട് തന്നെ വിജയമാൻ്റെ അമ്മയുടെ കറിയുടെ ടേസ്റ്റ് വരും. അവരാ ചെയ്യുന്നത് കണ്ടു പഠിച്ചേക്കുന്നത്. വിജയമാൻ്റെ അമ്മയാണെങ്കിൽ മാവ് കൈവച്ച് വളവളാന്ന് കുഴക്കില്ല ഈ ഇടയ്ക്കൊക്കെ, ഞാനും അത് തന്നെയാണ്. അതാ പറഞ്ഞത്. അങ്ങനെ കുറച്ച് കാര്യങ്ങളിലൂടെ അവരുടെ നന്മകൾ എനിക്ക് കിട്ടിയിട്ടുമുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ഒന്നിനെക്കുറിച്ചും ഒരു ടെൻഷനും ഒന്നും ഇല്ലാണ്ട് സന്തോഷകരമായ ഒരു ബാല്യമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അങ്ങനെ പോകെ ഇരിക്കുകയാണ് ഞാൻ 10ാം ക്ലാസ്സിലോട്ട് എത്തി. 10ാം ക്ലാസ്സിലെത്തിയപ്പോഴൊക്കെ ഞാൻ വീട്ടിലാണ് കേട്ടോ, വീട്ടിലാണ്. അപ്പോൾ 10ാം ക്ലാസ്സിൻ്റെ ഫൈനൽ പരീക്ഷ ആകാറായി. ഒരു 1-2 മാസം കൂടെ കഴിഞ്ഞാൽ പരീക്ഷയാണ്. ആ സമയമൊക്കെ എത്തി. അപ്പം നമ്മുടെ എന്നാ പറയുന്നത്, നല്ല പഠിത്തത്തിൻ്റെ ഒരു ഇതും കൂട്ടുകാരുടെ ഒരു ഭയങ്കര ആയിട്ടുള്ളൊരു എന്നാ 2-3 മാസം കൊണ്ട് കഴിയുമ്പോൾ ഈ കുഞ്ഞുങ്ങളെയൊക്കെ പിരിയേണ്ട കൂട്ടുകാരെ, ഷീല, അങ്ങനെ കുറേ പിള്ളേരുണ്ടായിരുന്നു, സുജാത, ദീവ, അങ്ങനെ കുറേ പിള്ളേർ സെറ്റുണ്ട്. അതിനകത്തൊരു 3-4 എണ്ണം ഞങ്ങൾ ഭയങ്കര കട്ട ചങ്കുകളായിരുന്നു. അപ്പോൾ ഇവളുമാരെയൊക്കെ ഇനി പിരിയണമല്ലോ എന്നൊക്കെ ഇങ്ങനെയുള്ള സങ്കടവും വിഷമവും ഒക്കെ ഉണ്ട്. എന്നാലും ഭയങ്കര സന്തോഷത്തോടെ പോന്നു. എന്നിട്ട് ഇങ്ങനെ ഇപ്പോൾ കമ്പയർ സ്റ്റഡി എന്ന് പറയും അല്ലേ, അന്ന് എനിക്കൊന്നും ഹിന്ദി ഇംഗ്ലീഷൊന്നും ഒരു വായിക്കാറില്ല, കണക്കും അറിയത്തില്ല. അപ്പോഴത്തേന് ശില്പയെന്ന് പറഞ്ഞാൽ ചിറ്റപ്പനാട്ടെ ശില്പേനെയാണ് ഞങ്ങളെ പഠിപ്പിക്കാൻ ഏൽപ്പിച്ചേക്കുന്നത്. പഠിക്കത്തില്ലാതെ ഞങ്ങൾ കുറേ എണ്ണം ഉണ്ട് ഞങ്ങളെ പഠിപ്പിക്കാനായിട്ട്.
അപ്പം അന്ന് അവളോട് വെറുപ്പ് തോന്നുക, അവൾ വലിയ പഠിപ്പിച്ചിട്ട് അവൾ പഠിപ്പിച്ച് തരാൻ പോകുന്നു അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവൾ പാവമായിരുന്നു കേട്ടോ, അവൾ നല്ല പഠിച്ച് ഇപ്പം മാട്ടുകെട്ടിലാണ് അവൾ താമസിക്കുന്നത്, മിടുക്കിയായിരുന്നു. അപ്പം പറഞ്ഞു തന്നൊന്നും ഞാൻ കേൾക്കാഞ്ഞുകൊണ്ട് ഞാനിങ്ങനെ പോയി, വർഷം മാറിപ്പോന്ന് പറഞ്ഞിട്ട് എല്ലാ കാര്യമുണ്ടോ. അപ്പം അങ്ങനെയൊക്കെ അന്നത്തെ ടീച്ചർമാർ നമ്മളെ പഠിപ്പിക്കാനായിട്ടും ഒക്കെ ഉള്ള സാഹചര്യങ്ങളൊക്കെ ഒരുക്കി തന്നിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരു ദിവസം ഞാൻ പറഞ്ഞില്ലേ, ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല കഥയ്ക്ക് അല്ല വീഡിയോയ്ക്കകത്ത്, ഒരു ദിവസം എന്നും വീട്ടിൽ പോയി ഫുഡ് കഴിച്ചോണം, ഉച്ചക്കഞ്ഞി ആയിട്ടില്ല നേരം. അപ്പം നമ്മുടെ വീട്ടിൽ അന്ന് ചോറില്ല, സത്യമായിട്ടും ചോറില്ല. അപ്പം ഞാൻ ആ വെയിൽ കൊണ്ട് നടന്നു പോയി ചോറിനാനായിട്ട് പോയാൽ വീട്ടിൽ ചെന്നാൽ ഇല്ലല്ലോ എന്ന് കരുതിക്കൊണ്ട് ഞാൻ അവിടെ തന്നെ ഇരുന്നു. അപ്പോൾ ഇപ്പോൾ ഇവിടെ കുട്ടൻ എന്ന് പറഞ്ഞ ഒരുത്തിന് ഓട്ടോ ഓടിക്കുന്നുണ്ട്, അവൻ ടീച്ചർ പറഞ്ഞു ടീച്ചറെ സിന്ധുക്കേപ്പി ഇന്ന് ചോറിനാൻ പോയിരുന്നു. ടീച്ചർ നേരത്തെ അസംബ്ലിക്ക് പറഞ്ഞു എല്ലാ പിള്ളേരും ഉച്ചയ്ക്ക് ചോറ് കഴിച്ചോണമെന്ന്, വീട്ടിലാണെങ്കിൽ വീട്ടിൽ പോകണം അല്ലെങ്കിൽ കൊണ്ടുവന്ന് കഴിച്ചോണമെന്ന്. പക്ഷെ നമ്മുടെ വീട്ടിൽ ഇല്ലെന്നുള്ളത് നമുക്ക് പിള്ളേരോട് കൂട്ടുകാരോടൊക്കെ പറയാൻ പറ്റുമല്ലോ. ലാസ്റ്റ് ഈ ടീച്ചർ വന്നപ്പോൾ പറഞ്ഞു കൊടുത്തു, ഷീലെന്ന് പറഞ്ഞ ടീച്ചറാണ്, ഞാൻ ടീച്ചറിനോട് പറഞ്ഞു കൊടുത്തു. ടീച്ചർ വിളിച്ച് എന്നെ അടുത്തോട്ട് നിർത്തിയിട്ട് രണ്ടടി അങ്ങ് നിന്ന് കഴിക്കട്ടെ. അപ്പോൾ വിശപ്പിൻ്റെ ഒരു വശത്ത് പിന്നെ അടിച്ചതിൻ്റെ ഒരു വശത്ത് എനിക്കങ്ങ് സങ്കടം കൊണ്ടേ ഭയങ്കര വിഷമമായി. ഞാൻ ലാസ്റ്റ് ടീച്ചറെ പുറത്തോട്ടൊന്ന് ഇറങ്ങി വരുമോ എന്ന് ചോദിച്ചിട്ട് കരഞ്ഞുകൊണ്ട് ഞാൻ പുറത്തോട്ട് ഇറങ്ങിപ്പോയി. അപ്പോൾ ടീച്ചർ പുറത്തോട്ട് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു എൻ്റെ വീട്ടിൽ ചോറില്ലാഞ്ഞിട്ടാണ് ഞാൻ പോകാഞ്ഞത് എന്ന് പറഞ്ഞപ്പോൾ ടീച്ചർ എന്നെ കെട്ടി അങ്ങ് പിടിച്ചിട്ട് പറഞ്ഞു മോളെ സോറി എന്നിട്ട് കൈയെല്ലാം തൂത്ത് തന്നിട്ട് പെട്ടെന്ന് സ്റ്റാഫ് റൂമിൽ പോയി ബാഗ് എടുത്ത് എനിക്ക് 50 രൂപ എടുത്ത് തന്നു. 50 ആണെന്ന് എൻ്റെ മനസ്സിലെ ഓർമ്മ, കറക്റ്റ് ഞാൻ ഓർക്കുന്നില്ല. എന്തായാലും എൻ്റെ ഈ പൈസ എന്നിട്ട് പറഞ്ഞു പെട്ടെന്ന് ചേട്ടത്തിക്കടയിൽ പോയി നീ എന്തെങ്കിലും മേടിച്ച് കഴിക്കാൻ പറഞ്ഞു. എന്നിട്ട് എൻ്റെ കൂടെ ഒരു കൊച്ചിനെ വിട്ട് ഞങ്ങൾ പോയി ബോണ്ടായൊക്കെ മേടിച്ച് തന്നിട്ട് വന്നു. പിന്നീട് ടീച്ചർ എല്ലാ ദിവസവും ഈ ഉച്ചക്കഞ്ഞി ആകുന്നോടം വരെ സ്റ്റാഫ് റൂമിൻ്റെ സൈഡിൽ ഒരിതുണ്ടായിരുന്നു, ഒരു ഇങ്ങനെ ഒരു പടി മാതിരി ഇങ്ങനെ അതേൽ കൊണ്ടുപോയി ഒരു ഇലപ്പൊതി കൊണ്ട് വെക്കുമായിരുന്നു ടീച്ചർ. ഇതിനൊക്കെയുള്ള ചോറ് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്, ഉച്ചയ്ക്ക് എന്നും പോയി കഴിച്ചോണം. അത് കഴിഞ്ഞ് ഏതായാലും കുറച്ച് ദിവസം ആയപ്പോഴത്തേനും ഉച്ചക്കഞ്ഞിയായി. ഇന്ന് ഞാൻ ആ ഷീൽ ടീച്ചറിനെ ഓർക്കുന്നു. കാര്യം നമുക്കിട്ട് അടിച്ചപ്പോൾ നമുക്ക് വേദന മറ്റുള്ളവരുടെ മുമ്പിലേ അതൊരു ഭയങ്കരമായിട്ടുള്ള വിഷമമായിപ്പോയ ഒരു സംഭവമാണ്. അപ്പം അങ്ങനെ നല്ലൊരു ടീച്ചർമാരൊക്കെ ആയിട്ടും പിള്ളേരായിട്ടും എല്ലാം ഭയങ്കര സ്നേഹത്തിൽ നല്ല സന്തോഷത്തോടെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ ഉപ്പുതറ പള്ളിയിലിരുന്ന് അച്ഛൻ്റെ പെങ്ങള് സിസ്റ്റർ ബോംബെയിൽ ഒരു ഡേ കെയർ നടത്തുന്നു, ക്രഷ്. അപ്പോൾ അവിടേക്ക് കുഞ്ഞുങ്ങളെ നോക്കാൻ വേണ്ടിയിട്ട് ആളെ വേണം. അങ്ങനെ പറഞ്ഞ് നമ്മുടെ അമ്മയോട് ഇങ്ങനെ അമ്മ മഠത്തിലും പള്ളിക്കലും ഒക്കെ ആയിരുന്നു പണിയുന്നത്. അങ്ങനെ പറഞ്ഞ് അമ്മ വൈകിട്ട് വന്നിട്ട് ചോദിക്കുന്നു, മോനെ ഇങ്ങനെ ഒരു കാര്യമുണ്ട്, കൊച്ചിന് പോകാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പോകത്തില്ല, ബോംബെ അതൊക്കെ എവിടെയാന്ന് പോലും അറിയത്തില്ല, ഞാൻ പോകത്തില്ല, എനിക്ക് അമ്മനെ കാണാതിരിക്കാൻ പറ്റത്തില്ല, അത് തന്നെയല്ലേ ഞാൻ പോകത്തില്ല, എനിക്ക് പഠിക്കണ്ടേ എന്നൊക്കെ പറഞ്ഞു. ലാസ്റ്റ് അമ്മ ഇങ്ങനെ കുറേ സങ്കടങ്ങളും അമ്മയുടെ ആ വിഷമങ്ങളും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തു പോകാം എന്ന് കരുതി അങ്ങനെ ഞാൻ ഒരൊറ്റ പോക്ക് പോയി ട്രെയിനെ കയറി ബോംബെക്ക്. അത് എന്നാ പറഞ്ഞേ, ഒരു ആ സിസ്റ്ററിൻ്റെ ഈ അച്ഛൻ്റെ ഫാദറിൻ്റെ കൂടെയാണ് പോകുന്നത്. ഇച്ചായൻ എന്നായിരുന്നു ആളെ വിളിക്കുന്നത്. കോട്ടയത്ത് ചെന്നിട്ട് കോട്ടയത്ത് വരെ എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അമ്മയുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല, കുട്ടായിയാണോ മോനായാണോ, പിന്നെ ശാന്തകുഞ്ചിയും ബാക്കുടഞ്ഞാണും കോട്ടയത്തെ ചേച്ചിയും ചേട്ടനും ആണ് എന്നെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുപോയി കയറ്റി വിടുന്നത്. നല്ലൊരു എന്നാ പറഞ്ഞേ പ്രായമായ ഒരു നല്ലൊരു ഇച്ചായൻ്റെ കൂട്ടത്തിലാണ് എന്നെ വിടുന്നത് ബോംബെക്ക്. എന്നിട്ട് പോവാം, 3 ദിവസം കണ്ട് അന്ന് ട്രെയിനിൽ ഇരിക്കണം. എന്നിട്ട് ഞാൻ എന്നാ പറയുന്നത്, എന്തോ ഒരു കെട്ടമണമോ, ബാത്റൂമും പറ്റത്തില്ല, ഇങ്ങനെ ഭയങ്കര നമുക്കൊരു വല്ലാത്തൊരവസ്ഥ. എന്നിട്ട് ഞാൻ ട്രെയിനിൽ നിന്ന് മേടിച്ച ഫുഡൊന്നും കഴിച്ചില്ല. ശാന്തക്കുഞ്ചി എന്തോ ഇങ്ങനെ ഈ തൈര് സാധം അങ്ങനെ എന്നോടൊക്കെ ഉണ്ടാക്കി തന്നു വിട്ടു. പക്ഷേ അത് 1-2 ദിവസത്തേനും ഓക്കെ ആയി. അത് കഴിഞ്ഞപ്പോൾ ഫുഡും കഴിഞ്ഞു പോയി. ഒന്നും ബിരിയാണിയാന്നൊക്കെ പറഞ്ഞ് മേടിച്ച് തന്നിട്ടൊന്നും ഞാൻ കഴിച്ചില്ല. ലാസ്റ്റ് പേരയ്ക്ക തന്നെ പിറ്റേ ഒരു ദിവസം ഫുള്ള് ഞാനിരുന്നു. അങ്ങനെ അവിടെ ചെന്നു. ഒരു വെളുപ്പിനാണ് ഞങ്ങൾ ചെന്നിറങ്ങിയിട്ട് ടാക്സി വിളിച്ചു. അപ്പം മുണ്ടെടുത്തവരൊന്നും ഇല്ല അവിടെയെങ്ങും. അപ്പോൾ ഈ ഇച്ചായ മാത്രം നല്ല വെള്ളമുണ്ടും വെള്ള ഷർട്ടും ഒക്കെ ഇട്ട് ഞാനൊരു ബാഗൊക്കെ പിടിച്ച് ഇച്ചായൻ്റെ കൊടുത്ത്, ഇച്ചാൻ്റെ കയ്യിലും ഒരു ബാഗൊക്കെ ഉണ്ട്. എന്നിട്ട് മഞ്ഞ കളറാണ് ബോംബെയിലെ ടാക്സി, മഞ്ഞയും കറുപ്പൂടെ. എന്നിട്ട് ടാക്സി വിളിച്ചു, ഇച്ചായൻ എന്തോ ഹിന്ദി പറഞ്ഞു. എന്നിട്ട് ഞങ്ങളെ ആ ബിൽഡിങ്ങിൻ്റെ അവിടോട്ട് കൊണ്ടുപോയി. അവിടെ ചെന്നിട്ടുണ്ടല്ലോ ഈ ലിഫ്റ്റേ കയറി. അപ്പോൾ ലിഫ്റ്റൊന്നും എനിക്കറിയത്തില്ലല്ലോ. ലിഫ്റ്റേ കയറിയിട്ട് ഒരു സ്വിച്ച് ഓണാക്കി. അത്രയും നേരം ഇച്ചാൻ അത്രയും നല്ലൊരു മനുഷ്യനായിരുന്നു കേട്ടോ. എൻ്റെ ദൈവമേ, ഇന്ന് ഞാൻ ഓർക്കുന്നു, ആൾ ഭൂമിയിലുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇന്ന് ഓർക്കുന്നു, അത്രയും നല്ല ദൈവത്തെ പോണൊക്കെ ഒരു മനുഷ്യൻ.
എന്നിട്ട് ഈ ലിഫ്റ്റൊക്കെ കയറ്റി സ്വിച്ച് നോക്കിയപ്പോഴത്തേനും ഞാൻ പേടിച്ചു. ഇത് അങ്ങോട്ട് കുലുങ്ങിയിട്ട് ഒറ്റ പൊങ്ങിച്ചല്ലേ, ഈ പുള്ളിയെ ഞാൻ വായി പൊത്തൂന്ന് താഴോട്ട് ഇട്ടിട്ട്, ഈ 2 പള്ളിയുടെ തൂക്കി പിടിക്കുന്ന വായായിരുന്നു, അത് പൊത്തൂന്ന് താഴോട്ട് ഇട്ടിട്ട് ഈ പുള്ളിയുടെ ഷർട്ടൊക്കെ പിടിച്ച് എന്നെ എവിടെ കൊണ്ടുപോകാം എന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ പിടിച്ച് വലിയ വായി കാറി. പുള്ളിയും വരണ്ടു പോയി. ഫ്ലാറ്റിൻ്റെ നേരെ പോകുമ്പോൾ ഈ കാർച്ച ലിഫ്റ്റിനകത്ത് കേൾക്കത്തില്ലേ. അപ്പം 11ാമത്തെ നിലയിലായിരുന്നു അന്ന് അവർ എന്നെ കൊണ്ടുപോകുന്നത്, ഡേ കെയർ തുടങ്ങിയേക്കുന്നത്. അന്നത്തേനും മോളെ ഒന്നുമില്ല, ഇത് നമുക്ക് മണ്ടേ സ്റ്റെപ്പ് കയറാതെ പോകാൻ വേണ്ടിയിട്ടുള്ളൊരു സാധനമാണെന്നൊക്കെ പറയുന്നുണ്ട് പുള്ളി. പക്ഷേ എനിക്ക് പറ്റിയില്ല. ഞാൻ എന്നിട്ട് കുറഞ്ഞ് കോറി അലമുറി ഇട്ട് മണ്ടേ ചെന്നപ്പോൾ എന്നെ അത് ഡോറൊക്കെ തുറന്നിറങ്ങി. അന്നേരമായി എനിക്ക് സമാധാനമായത്. അത് കഴിഞ്ഞ് അവിടെ ചെന്ന് അങ്ങനെ സിസ്റ്റർമാരുടെ കൂടെയുള്ള വാസം അങ്ങോട്ട് തുടങ്ങി. 42 പിള്ളേരും ഞാനും 2 സിസ്റ്റർമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സിസ്റ്റർമാരൊക്കെയാണ്, ഓക്കെയാണ്. അവരിൽ നിന്നും കുറേ ഗുണങ്ങളൊക്കെ പഠിച്ചു. പക്ഷേ ചില സമയങ്ങളിൽ അവർക്ക് ദേഷ്യവും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും. പിന്നെ അന്ന് എനിക്ക് എത്ര വയസ്സുണ്ടെന്ന് അറിയാം? 15 വയസ്സായിട്ടില്ല, 14.5 വയസ്സ് ആയതേ ഉള്ളൂ. അന്ന് മുതൽ ജീവിതത്തിലെ കഷ്ടപ്പാട് എന്നാണെന്ന് ഞാൻ അറിയാൻ തുടങ്ങി. എൻ്റെ അമ്മമാരുടെ വീട്ടിലും എൻ്റെ വീട്ടിലൊക്കെ ഞാൻ പണി ചെയ്യുമായിരുന്നു, വിറക് പറക്കുമായിരുന്നു, വെള്ളം കോരുമായിരുന്നു, അലക്കുമായിരുന്നു, ഒക്കെ ചെയ്യുമെന്ന് പറഞ്ഞാൽ അത് നമ്മുടെ അങ്ങനെയുള്ള ഒരിതല്ലേ. അല്ലാണ്ട് പണിയുന്ന ഇത് അങ്ങനെ അല്ലായിരുന്നു. ഇത് കൃത്യമായിട്ട് ചെയ്ത് വെക്കണം. ടൈം ടേബിൾ, അവരുടെ യൂണിഫോം അലക്കി തേക്കണം. പിന്നെ ആ തേക്കുന്നത് ഇങ്ങനെ ഈ അടുക്ക് മാതിരിയുള്ള അവരുടെ ആ ഉടുപ്പ്, അയ്യോ എൻ്റെ മാതാവേ, എനിക്കിപ്പോഴും ഓർമ്മ. ചെയ്തില്ലെങ്കിൽ മുട്ട മഴ കിട്ടും. അങ്ങനെ കുറേ കാര്യങ്ങൾ ഞാൻ പഠിച്ചു. ഞാൻ ചെല്ലുമ്പോഴൊക്കെ അവിടെ ഒരു കമലമ്മയെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചേച്ചി വരും. പിന്നെ ഇത് കമലമ്മയോ എന്തോ ഒരു ചേച്ചി ചപ്പാത്തി കുഴച്ച് വെക്കും. ചപ്പാത്തി കുഴച്ച് ഫ്രിഡ്ജിനകത്ത് കയറ്റി വെക്കും. എന്നിട്ട് ഒരു മാസത്തേനും ഒരാഴ്ചത്തേനും ഒക്കെ അവർ വന്ന് തൂത്ത് തുടയ്ക്കുമായിരുന്നു. ഞാൻ ചെല്ലുന്ന ടൈമിൽ 1-2 ആഴ്ചത്തേനൊക്കെ അങ്ങനെ ചെയ്തു. അത് കഴിഞ്ഞ് ആ പണികൾ ഫുള്ള് എനിക്കായി. തൂത്ത് തുടയ്ക്കണം, ഈ കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കണം, അവരുടെ 2 സിസ്റ്റേഴ്സിൻ്റെയും തുണി മൊത്തം കഴുകി അലക്കി തേക്കണം, ലാസ്റ്റ് ഫുഡും ഉണ്ടാക്കണം. ശരിക്കും പറഞ്ഞാൽ ഒരു റെസ്റ്റ് എന്ന് പറഞ്ഞാൽ എനിക്കില്ല. ശരിക്കും കഷ്ടപ്പാട് പിടിച്ച പണി. ഈ കുഞ്ഞുങ്ങളെ 42 പിള്ളേരുണ്ട്. അതിനകത്ത് 2 പിള്ളേരേ ഉള്ളായിരുന്നു, മലയാളികൾ, ശീതളും ചാന്ദിനി. അപ്പം ആ കുഞ്ഞുങ്ങളോട് മാത്രം പറയാനേ എനിക്കറിയത്തുള്ളൂ, ബാക്കി ഹിന്ദി അറിയാവോ. പക്ഷേ എല്ലാ പിള്ളേർക്കും എന്നെ ഇഷ്ടമായിരുന്നു, എല്ലാ പിള്ളേരും. അപ്പം അതിനിടയ്ക്ക് ചേട്ടായി വിളിച്ചതാ. അപ്പം അങ്ങനെ അവരുടെ കൂടെ അങ്ങായി. പിന്നെ ഉത്തരവാദിത്വമുള്ള ഒരിതായിപ്പോയി. ഉത്തരവാദിത്വം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സമയമില്ല, നമ്മളെല്ലാം ചെയ്യണം. ഈ 10-42 കുഞ്ഞുങ്ങളുടെ വീട്ടിൽ നിന്ന് ഫുഡൊക്കെ കൊണ്ടുതരുമെന്ന് പറഞ്ഞാലും അത് കഴിപ്പീര. ഒരെണ്ണത്തിന് മൂക്കൊഴുകുമ്പോൾ ഒരെണ്ണത്തിന് അപ്പയിടണം, ഒരെണ്ണത്തിന് ചൂച്ചു വെക്കണം. എൻ്റെ പൊന്നു മാതാവേ, എങ്ങനെ അതൊക്കെ തരണം ചെയ്തു എന്ന് ഞാനിപ്പോൾ ആലോചിക്കാം. പക്ഷെ ഉണ്ടല്ലോ, അതൊക്കെ എൻ്റെ കഴിവെന്നോ എൻ്റെ മിടുക്കെന്നോ ഞാൻ പറഞ്ഞില്ല. വേറെ ഒരു പിള്ളേരും ഇല്ല, ഞാൻ മാത്രമേ ഉള്ളൂ നോക്കാനായിട്ട്. സിസ്റ്റർമാരെ ഓരോ കാര്യങ്ങൾക്കൊക്കെ പോവുകയും ചെയ്യും. മിക്കവാറും സിസ്റ്റർമാർ പുറത്തായിരിക്കും. എൻ്റെ പൊന്നു മാതാവേ, പക്ഷേ ഒരു കുഞ്ഞിന് പോലും ഒരു ആപത്ത് വരുത്താതെയും ഒക്കെ എനിക്ക് നോക്കാനായിട്ട് പറ്റി. അതൊക്കെ ഞാൻ ഇന്നും പ്രാർത്ഥിക്കുന്നത്, ഇന്നും മനസ്സിൽ കരുതുന്നുണ്ടല്ലോ, ദൈവത്തിൻ്റെ ഒരിതാണ്, അല്ലാതെ എൻ്റെ കഴിവല്ല, തമ്പുരാൻ്റെ ഒരിതാണ്. അത് കഴിഞ്ഞിട്ട് ആദ്യം പോയിട്ട് വരുന്നതുണ്ടല്ലോ, 8-9 മാസം കഴിഞ്ഞ് ഞാൻ നാട്ടിലോട്ട് വരുവാ. ചെന്നിട്ട് ആ പൈസ, കിട്ടിയ പൈസ അന്ന് എന്നാണ്ട് 780 രൂപയും കണ്ട ശമ്പളം, 650-750 കൊണ്ട് രൂപയാണ് ഒരു മാസം ശമ്പളം പറഞ്ഞ് കൊണ്ടുപോയേക്കുന്നത്. എന്നിട്ട് ആ പൈസ കൊണ്ടുവന്നിട്ട് ഞാൻ കാതുകുത്തി കമ്മൽ മേടിച്ചിട്ട പെണ്ണാണ് ഞാൻ. എനിക്ക് എൻ്റെ അച്ഛനെയും അമ്മേനെയും ഒന്നും കുറ്റം പറയാനൊന്നും പറ്റത്തില്ല. അവർക്ക് അന്ന് സാഹചര്യം ഇല്ലായിരുന്നു, കുത്തിത്തരാനായിട്ടുള്ള സാഹചര്യവും കാര്യമൊന്നും ഇല്ലായിരുന്നു. സ്വന്തമായിട്ട് കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കി വീട്ടിൽ വന്ന്, അവിടെ സിസ്റ്റർമാർക്ക് കാതുകുത്തുന്ന സ്ഥലം അങ്ങനെയൊന്നും അറിയത്തില്ല. എന്നിട്ട് പിന്നെ ഇവിടെ നാട്ടിൽ തന്നെ പോകുമ്പോൾ നമുക്ക് കുത്താമോളെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നാട്ടിൽ വന്ന് കാതുകുത്തി കമ്മൽ മേടിച്ചിട്ടു, സ്വന്തമായിട്ട് ജോലി ചെയ്ത് പൈസയ്ക്ക്. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഒന്നുകൂടെ പോയി. പിന്നെയും ഒരു കുറച്ച് ദിവസം കണ്ടൊക്കെ നിന്നിട്ട് വീണ്ടും പോയി. അപ്പോൾ ഞാൻ വന്നിട്ട് ഇവരോട് എല്ലാവരും പറയും, ഇങ്ങനെ ടക്കെന്ന് കത്തുമ്പോഴത്തേനും തീ കത്തും, ഗ്യാസ് വന്ന് നമ്മളെ ഇവിടെ ഇല്ല, എന്നെ എല്ലാവരും കളിയാക്കി. അങ്ങനെയൊന്നും ഇവിടെ സംഭവമില്ല, ഇതെല്ലാം ഇവിടെ പുഴു അടിക്കുന്ന അങ്ങനെ ഇങ്ങനെയാണ്. പക്ഷേ ഒത്തിരി എനിക്ക് കുറേ കാര്യങ്ങൾ അറിയാനായിട്ടും കാണാനായിട്ടും ഒക്കെ പറ്റി. ബോംബെ എന്ന് പറഞ്ഞ വലിയ നഗരത്തിൽ ഒരു ഈ പറഞ്ഞ കണക്ക് അവധിയുള്ള ദിവസങ്ങളിൽ ഓരോ പള്ളികളിലും ഓരോ സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുപോയി കാണിക്കുമായിരുന്നു. അങ്ങനെ കുറേ അറിവുകളും കുറേ കാര്യങ്ങളും ഒക്കെ കാണാനായിട്ടും ഒക്കെ പറ്റി ആ ചെറുപ്രായത്തിൽ. പക്ഷേ എനിക്ക് ഒരു വലിയൊരു അബദ്ധം പറ്റിയെന്ന് പറഞ്ഞാൽ 10ലെ പരീക്ഷ എഴുതാൻ പറ്റിയില്ല. അപ്പം 9ഉം ഗുസ്തിയായിട്ട് ഇങ്ങനെ ഇരിക്കേണ്ടി വന്നു. അങ്ങനെ ഒരു ഇത് പറ്റി. അല്ലാണ്ട് നല്ലൊരു ഇത് തന്നെയായിരുന്നു. അങ്ങനെ പിന്നെ ഒന്നുകൂടെ പോയി ഒരു എന്നാ പറഞ്ഞത്, അങ്ങനെ മൊത്തത്തിൽ ഞാൻ ഒരു 2-2.5 വർഷം നിന്നു. 14 വയസ്സിൽ പോയിട്ട് ഞാൻ 17 വയസ്സിൽ 18 വയസ്സ് കഷ്ടിയാകാറായപ്പോഴത്തേനും തിരിച്ചു വന്നു. അങ്ങനെ
ആയിരുന്നു എൻ്റെ ഒരു ബാല്യം. കുഴപ്പമില്ലായിരുന്നു, എങ്കിലും വേറെ ടെൻഷനും കാര്യങ്ങളും അങ്ങനത്തെ ഇതൊന്നുമില്ല. എന്നാ പറഞ്ഞത്, ഉത്തരവാദിത്തമുള്ളൊരു ജോലി അങ്ങനെ ഒക്കെ അങ്ങ് പോയി എന്നുള്ളൂ. പക്ഷെ അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോഴായിരുന്നു എൻ്റെ ജീവിതത്തിലെ പിന്നെയുള്ള കാര്യങ്ങൾ. അതൊക്കെ അടുത്ത വീഡിയോയ്ക്ക് അത് പറയാം അല്ലേ. അത് നമുക്ക് ഇന്നത്തെ വീഡിയോ വൈകിട്ട് കൊടുത്താലോ. അപ്പോൾ ഇന്നത്തെ ഒരു വിശേഷമൊക്കെ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ഇടുക, ഷെയർ ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവരെല്ലാവർക്കും